സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി വീണ്ടും നമ്മുടെ ഗോപിയേട്ടൻ വന്നിട്ടുണ്ട്. വല്ലത്ര അവസ്ഥ അതായത് ഈ മുകേഷുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിൽക്കുന്ന സമയത്ത് മീഡിയ വൺ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. അതിനിടയിൽ മീഡിയ വണ്ണിന്റെ ഒരു പത്രപ്രവർത്തകൻ, അതിന്റെ ആള് റിപ്പോർട്ടർ അഖിലാണ് പേര്, അഖിൽ എന്ന ആള് എല്ലാരും ഉണ്ട്. അപ്പൊ കൂട്ടത്തില് വന്നപ്പോ മൈക്കിന് മുന്നിട്ട് വെച്ചപ്പോ അയാൾ ജസ്റ്റ് ഒന്ന് തള്ളി മാറ്റിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് പറഞ്ഞത് എന്റെ വഴി എന്റെ അവകാശം. അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. നല്ല രസമാണ്. റെഡി. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളോടുള്ള ചോദ്യത്തിനായിരുന്നു പ്രകോപിതനായുള്ള സുരേഷ് ഗോപിയുടെ മറുപടി. ദേഷ്യത്ര മാത്രം എന്താലോചിച്ചത്. ഇവിടെ പ്രശ്നം എന്താ അറിയോ, സുരേഷ് ഗോപി കൃത്യമായിട്ടൊരു നിലപാട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മുകേഷിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സിനിമക്കെതിരെയായി, അമ്മയ്ക്കെതിരെയായി. മുകേഷിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ പിന്നെ BJP എതിരെ. ഓൾറെഡി BJP ഇപ്പൊ എതിരാണ്. കേന്ദ്രത്തിലേക്ക് പരാതിക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചോദ്യം ചോദിക്കുന്നത് സുരേഷ് ഗോപി എന്ന നടനോടല്ല, സുരേഷ് ഗോപി എന്ന പാർലമെന്റ് അംഗത്തിനോടാണ്. അപ്പൊ അത് പറയാൻ ബാധ്യസ്ഥനാണ് സുരേഷ് ഗോപി. അത് പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ അപമര്യാദയായി പെരുമാറേണ്ട കാര്യമൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ പറയാണെങ്കിൽ മറ്റെന്തേലൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാവുന്ന വേറെ കാര്യമുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് കുറെ ആളുകൾ വന്നിട്ടുണ്ടെന്നാണ്. മാധ്യമങ്ങൾക്ക് കുറച്ച് എന്താ പറയാ വ്യക്തി ഉള്ളിൽ കയറിയുള്ള പരിപാടി ഉണ്ട്. പക്ഷെ ഇതങ്ങനെ ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. കാരണം ഒന്ന്, ഈ പുള്ളിക്കാരൻ നടനാണ്. രണ്ട്, ഇപ്പൊ കയറിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രമന്ത്രിയാണ്. ഇനി അതും പോട്ടെ, ഇനി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാൽ അത്രയും രക്ഷപ്പെട്ടവരുടെ സിനിമയിലേക്ക് തിരിച്ചു വരാൻ നിൽക്കുന്ന ആളാ. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയണം. ഇല്ലെങ്കിൽ വളരെ മിതമായിട്ട് കാര്യം പറയാലോ, എനിക്കിപ്പോ പറയാൻ താല്പര്യമില്ല, ഓക്കെ പോയിക്കോട്ടെ. പിടിച്ചു തള്ളുന്നൊക്കെ മഹാചട്ടത്തരം. ഇവിടെ എഴുതിയിട്ടുള്ള ഓക്കെ, പോകുന്ന വഴിയിലൊക്കെ മൈക്കും ക്യാമറയും കൊണ്ട് തടയുന്ന പരിപാടിക്ക് തല്ല് കിട്ടണം. അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാൾ പറയുമല്ലോ. തടഞ്ഞു നിർത്തി മൈക്കൊണ്ട് കുത്തുന്ന മാധ്യമ പ്രവർത്തനത്തിന് തല്ല് തന്നെ കിട്ടണം. പക്ഷെ ഇവിടെ വേറെ വിഷയം, ഇതേപോലെയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അന്ന് പോലൊന്നും പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ? എന്ത് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന് ഒരാൾ പോലും പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അത് ഈ പറയുന്ന ഓഫീസിനുള്ളിലാണ്. മുഖ്യമന്ത്രി പോകാനിരിക്കുന്ന ഓഫീസിന്റെ ഉള്ളിലാണ് ഇവർ നിൽക്കുന്നത്. അതെന്തായിക്കോട്ടെ, ഇത് പുറത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനെ ന്യായീകരിക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നൊക്കെ ന്യായീകരണം അല്ലാത്തതുകൊണ്ട് ഈ ന്യായീകരണം പറഞ്ഞുകൊണ്ട് അല്ലാത്തൊരു കമന്റും കൂടി ജസ്റ്റ് ഒന്ന് വായിക്കുക. അതായത് താമരയ്ക്ക് പകരം തൃശ്ശൂരിൽ ചെമ്പരത്തി പോവാണ് വിരിഞ്ഞതെന്ന് ഇനിയെങ്കിലും പൊതുജനം മനസ്സിലാക്കണം. ഈ ചെറ്റയ്ക്ക് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വാക്കുകൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. വോട്ട് ചെയ്ത് തൃശ്ശൂരിലെ എല്ലാ ചെറ്റകൾക്കും തന്നെ കൊടുത്തിട്ടുണ്ട് എന്റെ നടുവിരൽ നമസ്കാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടു തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. എക്കച്ചക്കയിൽ വോട്ട് ചെയ്ത ആളുകളുണ്ടാവും, അവരുടെ ആയിരിക്കും ഏറ്റവും വലിയ വിഷമിച്ചിരിക്കും. അത് നല്ലവനാണെന്നുള്ള രീതിയിൽ വോട്ട് ചെയ്ത ആളുകളുണ്ടാവും. അതല്ല, പക്ഷെ ഇപ്രാവശ്യം സുരേഷ് ഗോപി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അവസാന നിമിഷം കൊടുത്ത ആളുകൾ വിചാരിക്കും വൻ അബദ്ധമായി പോയി എന്നുള്ളത് ഇപ്പോഴായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഒരു വീഡിയോ, ഈ പ്രശ്നത്തിന് ശേഷം ആളുകൾ ചർച്ച ചെയ്ത് പരാതിയൊക്കെ വന്ന് മൊത്തത്തിൽ ചാനലുകളൊക്കെ ഇതൊരു ചർച്ചാ വിഷയമാക്കിയതിനു ശേഷം സുരേഷ് ഗോപിയെ കാണാൻ പോയ മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ ഒരു മാറ്റം എന്താണെന്നുള്ള നോക്കാം. സുരക്ഷ ഉണ്ടല്ലോ, മൈൻഡ് ചെയ്യാതെ ഫോൺ സംസാരിച്ച് പോകണ്ടേ. എന്താണ് നേരെ പോയി അതിന്റെ ക്യാപ്ഷൻ നോക്കിയോ, മാധ്യമങ്ങളോട് പിണങ്ങി തന്നെ സുരേഷ് ഗോപിയാണ്. ഇത് പിന്നെ ആള് ഫോൺ വിളിച്ച് നേരെ പോയതൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നീട് ഒരു വാർത്ത എന്നുള്ള രീതിയിൽ വന്നതാണ്. ജസ്റ്റ് ഒരു പ്രശ്നമായിട്ടൊന്നും നമുക്കത് പറയാൻ കഴിയില്ല. അതല്ലാതെ വേറെ രണ്ടു പുറത്തുണ്ട് കേട്ടോ, ഒന്നും കൂടി ഉണ്ട്. അതും കൂടി അത് റിപ്പോർട്ടറിൽ അതിന് മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള സാധനം ഉണ്ട്. അതായത് ഇത് സംഭവം നടന്നില്ലേ, എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം,
അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറുപടിയാണ് ഹായ്. ഇല്ലല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട പറയണോ? കാര്യമല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ. ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത്. നിവർത്തില്ലാത്തോണ്ടാണ് അവസ്ഥ. അതാണ് എങ്ങനെ പറയാതിരിക്കും. അല്ല, പുള്ളിക്കാരൻ പറഞ്ഞ വീട്ടിൽ നിന്ന് വരുമ്പോ വീട്ടിലത്തെ കാര്യം ചോദിക്കണം. ആർക്കറിയണം വീട്ടിലെ കാര്യം? ഇന്റർവ്യൂ ഒന്നല്ലല്ലോ. മന്ത്രിയാണെന്നുള്ളത് മറന്നു പോവാണ്. അതാണ് പ്രശ്നം. അവിടെ ഒരു പ്രശ്നമാണ്. ഇയാൾ മന്ത്രിയല്ല, അല്ലെങ്കിൽ പിന്നെ ഇയാൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യം. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങുമ്പോ വീട്ടിലുള്ള ഗോകുലിന്റെ വിശേഷം എന്താണ് ചോദിക്കോ? ഇല്ല. ഭാര്യയും കുട്ടി സുഖമായിരിക്കണോ? ചോദിക്കൂല. ഇനി ഒരു മന്ത്രി എന്ന നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യാനുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ ആളുകളുമായിട്ട് മൈക്കൊണ്ട് പോകും. അടുത്തതിലൊരു കമന്റ് ആണ്, ശാഖയിൽ നിന്നാണെങ്കിൽ ചാണകത്തിന് ഇപ്പൊ എന്താ വില ചോദിക്കണോ? ഇത് പൈലറ്റ് ആദം ഹാരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടും? തൃശ്ശൂർക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ലേ അണ്ണൻ ചത്താലും ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി എല്ലാ പട്ടികളെ ഭയങ്കര ട്രോള് ഭയങ്കര ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇതിനൊരു അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അമ്മയിൽ നിന്ന് വരുമ്പോൾ ഈ കാര്യത്തെ പറ്റി ചോദിച്ചാൽ മതി. ഇപ്പൊ അത് പറഞ്ഞു എനിക്ക് കമന്റ് ഇപ്പഴാ വായിക്കണത് ബ്രോ. കക്കൂസിൽ നിന്ന് വരുമ്പോൾ അപ്പി എങ്ങനെയുണ്ട്? വീഡിയോസ് വന്നിട്ടുണ്ട്. പുള്ളിന്റെ ഒരു അവസ്ഥ പുള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചായക്കടയിലെ മുടിവെട്ട് എങ്ങനെയുണ്ട് ചോദിക്കണം. ഓ, മനസ്സിലായോ? അതായത് എന്തൊരവസ്ഥയാണ് ഇവരൊക്കെ പറയണതും. തള്ളിയതിനെ ന്യായീകരിക്കാനൊന്നുമില്ല. എങ്ങനെ ഇല്ലല്ല, ഒരിക്കലും ഡയലോഗ് എന്തുവേലും പറയട്ടെ. ഡയലോഗ് ഓൾറെഡി അയാൾ പറയുന്നുണ്ട്. സിനിമ സ്റ്റൈൽ ഡയലോഗ് തന്നെയാണ് എപ്പോഴും പൊതുവെ പറയാറ് ഫുൾ ടൈം. പക്ഷെ അത് എവിടെയാണ് പ്രശ്നം? ഇത് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കണം എന്ന് വെച്ചാൽ, ഇതെടുത്ത് വലിയ ആർഭാടമായി കൊണ്ടു നടന്നത് ചെറിയ ചെറിയ റീൽസ് ആക്കിയിട്ടും വലിയ എന്തൊക്കെയോ സുരേഷ് ഗോപി മാസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. കൂടെ അണികൾ കുറച്ച് ആളുകളുണ്ട്. സൈബർ അറ്റാക്കുകൾ നടന്ന കുറച്ച് ഭീകരം. അപ്പൊ ഇത് കണ്ടിട്ട് പുള്ളിക്കാരന്റെ വിചാരത്തിൽ എന്തോ വലിയ സംഭവമാണ്. ഇവിടെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ മറ്റ് കുറച്ച് മെച്ചോർഡായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ ഇതിനെ പ്രശ്നമായിട്ട് കാണുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ മനസ്സിലാക്കണേയില്ല. പുള്ളി ഇപ്പോഴും ഞാൻ നടനാണെന്നുള്ളൊരു മൈൻഡിലാണ്. ഇതില് ആഷിഖ് കപൂറിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി ഇത് ചെയ്യാൻ കാരണം സുരേഷ് ഗോപി വെപ്രാളം കൊണ്ടാണ്. അതായത് ഇപ്പൊ നിലവിൽ ഓരോ നടന്മാർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ തനിക്കെതിരെയും വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ട് ആണ് സുരേഷ് ഗോപി ചെയ്യുന്നതാണ് ആഷിഖ് കപൂർ പറയുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ടല്ലോ. സന്ദീപ് വാര്യർ എന്താ പറഞ്ഞത്? കത്തി കൊണ്ട് കുത്താൻ വരുന്ന പോലെയാണെന്ന് പറഞ്ഞത്. കത്തി കൊണ്ട് കുത്താൻ വരുന്ന പോലെ മാധ്യമങ്ങള് കുത്താൻ വന്നതുകൊണ്ട് ദേഷ്യം കൊണ്ട് തള്ളിയിട്ടോ. അതെ, അതേ കാര്യം പിണറായി വിജയന്റെ കാര്യം പറയുമ്പോൾ ഇവര് പറയില്ല. അതാണ് അത് ഇവര് മാത്രല്ല, ഇന്നിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും പറയില്ല. അപ്പൊ തിരിച്ചു അവിടെ രാഷ്ട്രീയം കയറി ഇവിടെ സുരേഷ് ഗോപി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വൻ വിവാദമായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു ഡയലോഗാണ് അത്. പിണറായി വിജയൻ മാധ്യമങ്ങൾക്കെതിരെ പറഞ്ഞു. അതെ. മാത്രല്ല ഇവിടെ അന്ന് സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇപ്പം എന്ത് ചെയ്യുന്നില്ല. അല്ല, അന്ന് പിണറായിയെ വിമർശിച്ച ആളുകൾ ഇപ്പം പല ആളുകളും സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഇവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തി നോക്കിയാൽ മതി. അയാളെ പാർട്ടി നോക്കണമെന്ന് പറഞ്ഞ ആളുകള് അത് നോക്കണ്ടേ? കാരണം അയാൾ വ്യക്തിപരമായി നല്ല ആളാണെങ്കിൽ അയാൾ തെരഞ്ഞെടുക്കുന്ന പാർട്ടി നല്ലതായിരിക്കണം. അത് നല്ലതാണ് മോശമാണ് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ അത് നല്ലതായിരിക്കണം. നല്ലതല്ല എന്നെ സംബന്ധിച്ചും എന്തായാലും നല്ലതല്ല. അതെ, അപ്പൊ അത് നമ്മൾ നോക്കണം. ഇനി പോട്ടെ, ഇനിയിപ്പോ അത് വിട്ട് കളയാം. ഇയാൾ നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നല്ല വ്യക്തി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമില്ലേ? അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അയാളിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വയനാട്ടിലൊന്നും സമയം കിട്ടിയില്ല എന്ന് പറയുന്നത്. എത്ര മാസമായി സമയം കിട്ടിയില്ല പറഞ്ഞാൽ എന്താണ്? എനിക്ക് മനസ്സിലാവില്ല സമയം കിട്ടാത്ത എന്താണ്. അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, വേറൊന്നുമില്ല. ഇനി മൂപ്പര് ഒരു വിചാരം, അതായത് ഞാൻ വലിയ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ, ഞാൻ ഒരു MLA ഒക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ MP ആയിക്കഴിഞ്ഞാൽ എനിക്ക് എന്തോ വലിയ സംഭവം നടത്താൻ കഴിയുന്നുള്ള ഒരു ചിന്ത, ചിലപ്പോൾ നിഷ്കളങ്കമായ ചിന്ത, ബാലിശമായ ചിന്ത ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് തിരുത്തേണ്ട സമയം ഇപ്പൊ ആയിട്ടുണ്ട്. അത് അങ്ങനെയല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ തിരുത്തണം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടി നിർത്തണം. എന്നെ കൊണ്ട് കഴിയില്ല മനസ്സിലാക്കി സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ. അവിടെ ഡയലോഗ് അടിക്കാലോ, നമ്മൾ കൈയടിക്കൂലേ? അത് റിയൽ ലൈഫിൽ വന്നിട്ട് റിയൽ ലൈഫ് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കൂല. ഏതായാലും സുരേഷ് ഗോപി BJPക്ക് ഒരു കീറാമുട്ടിയായിട്ട് മാറും. കീറാമുട്ടിയായി മാത്രമല്ല, സുരേഷ് ഗോപിക്ക് തന്നെ ഒരു വലയായിട്ട് മാറുകയാണ് ഇപ്പോ. സുരേഷ് ഗോപി നടന് സീറ്റ് കിട്ടോ മന്ത്രിസ്ഥാനം കിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് വേറൊരു കാരണം. അവിടെ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ സീറ്റ് പുള്ളിയാണ് മറിച്ചിട്ടത്. വേറെ ആളില്ലല്ലോ. ഒരു മനുഷ്യൻ ചെയ്തിട്ടില്ല. ഇല്ലാണ്ടല്ല, ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആളുകൾക്ക് വോട്ട് കിട്ടൂല കേരളത്തിൽ നിന്ന്. അതെ, അങ്ങനെയുണ്ട്. എന്തായാലും സുരേഷ് ഗോപിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥ. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ഇടേണ്ടി വരും. അതിന്റെ സാഹചര്യം മണ്ണുണ്ടാക്കി തരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ വെയിറ്റ് ആൻഡ് സീ. അതെ.